ജീവിതത്തിലെ എല്ലാ അവഗണനകളും വ്യാകുലപ്പെടേണ്ട അവഗണനകളല്ല. ചില അവഗണനകൾ അത് നാം ആരാണെന്നും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിലയേറിയ ശ്രേഷ്ഠമായ നിയോഗങ്ങൾ എന്തെന്നും വിളിച്ചു പറയുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദിന്റെ മകനായിരിക്കുന്ന അദോനിയാവ് ഒരു വിരുന്ന് നടത്തുകയാണ്. ആ വിരുന്നിനെ കുറിച്ചുള്ള 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അദോനിയാവ് ഏൻ രോഗേലിന് സമീപത്ത് സ്വഹേലത്തുനിന്ന് കല്ലിനരികെ വെച്ച് ആടുമാടുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു. രാജകുമാരന്മാരായ തന്റെ സകല സഹോദരന്മാരെയും രാജഭൃത്യന്മാരായ യഹൂദ പുരുഷന്മാരെ ഒക്കെയും ക്ഷണിച്ചു. എങ്കിലും നാഥാൻ പ്രവാചകനെയും ബെനായാവെയും വീരന്മാരെയും തന്റെ സഹോദരന്മാരായ ശലോമോനെയും അവൻ ക്ഷണിച്ചില്ല. അദോനിയാവ് ഒരു വിരുന്ന് കഴിച്ചു. ആടുകളെയും മാടുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ധാരാളമായി അറുത്തു. രാജകുമാരന്മാരായ തന്റെ സകല സഹോദരന്മാരെയും രാജഭൃത്യന്മാരായ എല്ലാവരെയും താൻ ക്ഷണിച്ചു. പക്ഷേ 4 പേർ അവിടെ അവഗണിക്കപ്പെട്ടു. 1, ഒരു പ്രവാചകൻ അവഗണിക്കപ്പെട്ടു. 2, ബെനായാവ്. ദൈവം പണിതവൻ എന്നാണ് ബെനായാവ് എന്ന വാക്കിന്റെ അർത്ഥം. ദൈവത്താൽ പണിയപ്പെട്ടവൻ അവിടെ അവഗണിക്കപ്പെട്ടു. 3, ദാവീദിന്റെ വീരന്മാർ അവഗണിക്കപ്പെട്ടു. 4, ശലോമോൻ അവഗണിക്കപ്പെട്ടു. പ്രവാചകൻ അവഗണിക്കപ്പെട്ടു. ദൈവത്താൽ പണിയപ്പെട്ടവൻ അവഗണിക്കപ്പെട്ടു. ദൈവത്താൽ പണിയപ്പെട്ടു എന്നതിനെക്കാട്ടിലുപരിയായി അടുത്ത സാമ്രാജ്യത്തിൽ, അടുത്ത രാജഭരണകാലത്ത്, ശലോമോന്റെ കാലത്ത് കമാൻഡർ ഓഫ് ദ ആർമിയായി നിന്നതും ഈ ബെനായാവായിരുന്നു. പിൽക്കാലത്ത് ഒരു ഉയർച്ച തൻ്റെ മേൽ കരുതിയിരുന്നു. ശ്രേഷ്ഠമായിരുന്ന ഒരു അഭിഷക്ത പദവി ദൈവം കരുതിയിരുന്നു. വീരന്മാർക്കപ്പുറം 4ാമത് അവഗണിക്കപ്പെട്ടത് ശലോമോനായിരുന്നു. ദൈവത്തിന്റെ ആലയം പണിയുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ പ്രീതി ലഭിച്ച യെദിദ്യാവെന്നുള്ള പേർ ലഭിച്ചവൻ. ഈ മനുഷ്യനും അവഗണിക്കപ്പെട്ടു. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ അവഗണിക്കപ്പെടുമ്പോൾ, ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒഴിവാക്കപ്പെടുമ്പോൾ ആദി കയറരുത്, വ്യാധി പിടിക്കരുത്. അതിൻ്റെ പിന്നിൽ വലിയ ദൈവിക മർമ്മങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്.